ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ഫസ്റ്റ് ഇയറിൻ്റെ ഭാഗത്ത് ചെയിൻ സർവേയുടെ ചാപ്റ്ററിലുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് ഇന്ന് പറയാൻ പോകുന്നത് കേട്ടോ. അതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് നമുക്കൊരു ഇൻകറക്റ്റ് ലെങ്ത് ഓഫ് ചെയിന് കാരണം വരുന്ന എറേഴ്സും അത് വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസും വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് പറയുന്നത്, ഇപ്പം നമ്മളെ കയ്യിൽ ഒരു ചെയിൻ ഉണ്ടായിരുന്നു, ഒരു 30 മീറ്ററിൻ്റെ ചെയിനാണെന്ന് വിചാരിച്ചോ. ആ ചെയിന് എന്തൊക്കെയോ റീസൺസ് കാരണം അതിൻ്റെ ലിങ്ക്സ് ഒക്കെ വലിഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെമ്പറേച്ചർ കാരണമോ അങ്ങനെയൊക്കെ ഇഷ്യൂസ് കാരണം അതിൻ്റെ ലെങ്ത്ത് കുറച്ച് കൂടിപ്പോയി, 30 മീറ്ററിനേക്കാളും കുറച്ച് കൂടിപ്പോയി. ഈ കൂടിപ്പോയി എന്ന് പറയുമ്പോൾ അത് ഭയങ്കരമായിട്ടുള്ള ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല, മില്ലിമീറ്റേഴ്സോ സെൻറ്റിമീറ്റേഴ്സോ ഒക്കെ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ കൂടിപ്പോയിട്ടുള്ള ഒരു ചെയിൻ, അതായത് 30 മീറ്റർ ഉള്ളതിനേക്കാളും അതിൻ്റെ ലെങ്ത്ത് കൂടിപ്പോയി. അപ്പോൾ അങ്ങനെ ഒരു ചെയിൻ ഉപയോഗിച്ചിട്ട് നമ്മൾ മെഷർമെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു നീളം അളക്കുകയാണെങ്കിൽ ആ നീളത്തിൽ എറർ ഉണ്ടാവും, അല്ലെങ്കിൽ അത് വെച്ചിട്ട് നമ്മളൊരു ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ എറർ ഉണ്ടാവും. ഇനി അതുപോലെ തന്നെയുള്ളൊരു കേസാണ് ചെയിൻ്റെ ലെങ്ത്ത് എന്തെങ്കിലും കാരണം കൊണ്ട് ഷോർട്ടായിപ്പോയി. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴും നമ്മൾ അത് ഉപയോഗിച്ചിട്ട് അളന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തെറ്റായിട്ടുള്ള റീഡിങ്സ് ആയിരിക്കും കിട്ടുന്നത്. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻസിൽ എങ്ങനെ നമുക്കത് കറക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ഏരിയ അല്ലെങ്കിൽ ലെങ്ത്ത് ഒക്കെ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഈ ഒരു പ്രോബ്ലത്തിലൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇൻകറക്റ്റ് ലെങ്ത്ത് കാരണം ഉണ്ടാവുന്ന എററുകൾ സോൾവ് ചെയ്തിട്ട് നമുക്കതിൻ്റെ കറക്റ്റ് ലെങ്ത്തും കറക്റ്റ് ഏരിയയും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസാണ്. അപ്പം 3 പ്രോബ്ലംസ് നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ സോൾവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനും വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പറയുന്നത് എറർ ഇൻ ലെങ്ത് ഡ്യൂ ടു ഇൻകറക്റ്റ് ചെയിൻ കാരണം ലെങ്ത് എറർ വന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്താനുള്ള ഈ ഇക്വേഷൻ നിങ്ങൾ ആദ്യം പഠിച്ചു വെക്കണം. കറക്റ്റ് ഓർ ട്രൂ ഡിസ്റ്റൻസ് ഈക്വൽ ടു ഇൻകറക്റ്റ് ഓർ മെഷർ ഡിസ്റ്റൻസ് ഇൻറ്റു ഇൻകറക്റ്റ് ലെങ്ത് ഓഫ് ചെയിൻ ഓർ ടേപ്പ് ഡിവൈഡഡ് ബൈ കറക്റ്റ് ലെങ്ത് ഓഫ് ചെയിൻ ഓർ ടേപ്പ്. അതായത് നമ്മൾ കണ്ടെത്താൻ പോകുന്നത് കറക്റ്റ് ആയിട്ടുള്ള മെഷർമെൻ്റ് ആണ്. അപ്പോൾ അതിന് നമുക്ക് ഓൾറെഡി ഒരു ഇൻകറക്റ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റ് കിട്ടിയിട്ടുണ്ടാവുമല്ലോ, കാരണം ചെയിന് നമ്മൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ടേപ്പ് ഉപയോഗിച്ച് നമ്മൾ അളന്നു. അപ്പോൾ നമുക്ക് അറിയില്ല അത് തെറ്റാണ് അല്ലെങ്കിൽ ആ ചെയിനിന് എറർ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് അപ്പം അറിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ തെറ്റായിട്ടുള്ള ചെയിൻ വെച്ച് അളന്നപ്പോൾ നമുക്കൊരു ലെങ്ത്ത് കിട്ടിയിട്ടുണ്ടാവും. പിന്നീടാണ് നമ്മൾ അറിഞ്ഞത് ആ ചെയിൻ എന്തോ ഇഷ്യൂ ഉണ്ട് അല്ലെങ്കിൽ ആ ടേപ്പിന് ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് കണ്ടെത്തണം, അതിൻ്റെ കറക്റ്റായിട്ടാണ് നമ്മൾ അളന്നതെങ്കിൽ എത്ര കിട്ടും എന്നുള്ളത് കാണണം. അതാണ് ഇവിടെ ചെയ്യുന്നത് ബേസിക്കലി. അപ്പോൾ ആ ഇൻകറക്റ്റായിട്ട് നമുക്ക് കിട്ടിയ മെഷർമെൻറ്റ് ഇൻറ്റു ഇൻകറക്റ്റ് ലെങ്ത് ഓഫ് ചെയിൻ അല്ലെങ്കിൽ ടേപ്പ്, എത്രയാണ് ആ ചെയിനിൻ്റെ ഇൻകറക്റ്റ് ആയിട്ടുള്ള ലെങ്ത്. അതായത് ഇപ്പോൾ 30 മീറ്ററിൻ്റെ ഒരു ചെയിൻ ആയിരുന്നു എന്ന് വിചാരിച്ചോ, അതിനൊരു 5 സെൻറ്റിമീറ്റർ നീളം കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇൻകറക്റ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ, ആ 30 മീറ്ററിലേക്ക് 5 സെൻറ്റിമീറ്ററും കൂടി കൂട്ടിയതാണ് ഇൻകറക്റ്റ് ലെങ്ത്. ഇനി കുറഞ്ഞതാണെങ്കിലും സെയിം അതിന് കുറച്ചിട്ടുള്ള വാല്യൂ ആയിരിക്കും, ഡിവൈഡഡ് ബൈ അതിൻ്റെ കറക്റ്റ് ലെങ്ത് എത്രയാണോ ആ ചെയിൻ്റെ അല്ലെങ്കിൽ ടേപ്പിൻ്റെ കറക്റ്റ് ലെങ്ത്. ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മാത്രമേ നമുക്ക് ഈ പ്രോബ്ലം ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ചില കേസസിൽ അതിനെങ്ങനെ ഷോർട്ട് ആക്കിയിട്ട് എൽ എന്നുള്ളത് അതിൻ്റെ ട്രൂ ലെങ്ത് ആയിട്ടും എൽ ഡാഷ് എന്നുള്ളത് ഇൻകറക്റ്റ് ലെങ്ത് ആയിട്ടും കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മളിത് സോൾവ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ആ ഫസ്റ്റ് ഈ ഇക്വേഷൻ പഠിച്ചിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെപ്പറ്റി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ബേസിക് ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം തന്നിട്ടുള്ളത് ഇത് ടെക്സ്റ്റിൽ തന്നെ സോൾവ് ചെയ്ത് തന്നിട്ടുണ്ട്, എന്നാൽ നമുക്കൊന്ന് നോക്കാം. The distance between 2 points measured by 20 meter chain was recorded as 720 meter. അതായത് 20 മീറ്ററിൻ്റെ ഒരു ചെയിൻ ഉപയോഗിച്ചിട്ടാണ് അവർ മെഷർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കിട്ടിയ നീളം എന്ന് പറയുന്നത് 720 മീറ്ററാണ് അവർ അളന്നിട്ടുള്ളത്. ഇറ്റ് വാസ് ആഫ്റ്റർവാർഡ് ഫൗണ്ട് ദാറ്റ് ദ ചെയിൻ യൂസ്ഡ് വാസ് 4 സെൻറ്റിമീറ്റർ ടു ലോങ്. അതായത് പിന്നീട് കണ്ടെത്തി, അതായത് ഇതെല്ലാം മെഷർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവർ കണ്ടെത്തി എന്താണ്, അവർ ഉപയോഗിച്ചിരുന്ന 20 മീറ്ററിൻ്റെ ചെയിന് ഒരു 4 സെൻറ്റിമീറ്റർ നീളം കൂടുതലായിരുന്നു. അപ്പോൾ വാട്ട് വാസ് ദ ട്രൂ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ്. അങ്ങനെയാണെങ്കിൽ അവർക്ക് കിട്ടിയ 720 മീറ്റർ തെറ്റായിരിക്കുമല്ലോ, അവരത് 20 മീറ്ററാണെന്ന് വിചാരിച്ചിട്ടാണ് ഉപയോഗിച്ചത്. അപ്പം കിട്ടിയ അളവാണ് 720 മീറ്റർ. പിന്നീടാണ് മനസ്സിലായത് അതിന് 4 സെൻറ്റിമീറ്റർ നീളം കൂടുതലായിരുന്നു. 20 മീറ്റർ പ്ലസ് ഒരു 4 സെൻറ്റിമീറ്ററും കൂടി അതിന് നീളം കൂടുതലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആദ്യം കിട്ടിയ 720 മീറ്റർ ഉറപ്പായിട്ടും തെറ്റായിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ് എത്രയാണ് എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ള ഇക്വേഷനിലൊക്കെ ചെറിയ മിസ്റ്റേക്കുകളുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്കത് ഒരു ബുക്കിൽ എഴുതി സോൾവ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അതെ, ഈ കൊടുത്തിട്ടുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. ട്രൂ ലെങ്ത്ത് കണ്ടെത്താൻ വേണ്ടിയിട്ട് മെഷർ ഡിസ്റ്റൻസിനെ ഇൻകറക്റ്റ് ലെങ്ത്ത് ബൈ കറക്റ്റ് ലെങ്ത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇൻകറക്റ്റ് ലെങ്ത്ത് എത്രയാണെന്ന് നോക്കാം, ചെയിനിൻ്റെ കേട്ടോ. ഇൻകറക്റ്റ് ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ആ ചെയിൻ്റെ കറക്റ്റ് ലെങ്ത്ത് 20 മീറ്റർ ആണ്. അതൊരു 4 സെൻറ്റിമീറ്റർ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ 20 മീറ്ററിലേക്ക് 4 സെൻറ്റിമീറ്റർ കൂട്ടിയാലാണ് നമുക്ക് ഇൻകറക്റ്റ് ലെങ്ത്ത് കിട്ടുക. അതായത് 20.04 മീറ്റർ എന്നായിരിക്കും അത് കിട്ടുന്നത് കേട്ടോ. അത് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണേ, ഒന്ന് മീറ്ററിലും ഒന്ന് സെൻറ്റിമീറ്ററിലുമാണ്. അപ്പോൾ ആഡ് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇനി കറക്റ്റ് ലെങ്ത്ത് നമുക്ക് ചിന്തിക്കാനൊന്നുമില്ല, ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. കറക്റ്റ് ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്, ചെയിൻ ശരിക്കും എത്ര മീറ്ററാണ് വേണ്ടത്,
20 മീറ്ററാണ് വേണ്ടത്. ഇനി അവർ ഈ തെറ്റായിട്ടുള്ള ചെയിൻ കൊണ്ട് മെഷർ ചെയ്തപ്പം അവർക്ക് കിട്ടിയിട്ടുള്ള മെഷർ ഡിസ്റ്റൻസ് എത്രയാണ്? 720 മീറ്ററുമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷനിൽ അപ്പോൾ ഈ 3 സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഇത് സോൾവ് ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ പ്രകാരം 720 ഇൻറ്റു ഇൻകറക്റ്റ് ലെങ്ത് എന്ന് പറയുന്നത് 20.04. അപ്പോൾ 20.04 ഡിവൈഡഡ് ബൈ 20. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള എക്സാക്റ്റ് ആൻസർ കിട്ടും. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് 721.44 മീറ്റർ എന്നാണ് കേട്ടോ. അപ്പോൾ ആ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായോ? കറക്റ്റായിട്ടുള്ള ചെയിൻ ഉപയോഗിച്ചിട്ട് അളക്കുമ്പോൾ അത് ശരിക്കും എത്ര വേണം? 721.44 മീറ്റർ വേണം. പക്ഷെ അവർ ഇൻകറക്റ്റ് ആയിട്ടുള്ള ചെയിൻ കൊണ്ടാണ് ആദ്യം അളന്നത്. അതുകൊണ്ടാണ് അവർക്ക് എത്ര കിട്ടിയത്? ഫസ്റ്റ് 720 കിട്ടിയത്. അപ്പോൾ ആക്ച്വലി ഉള്ള ലെങ്ത്ത് അവർ അളന്നതിനേക്കാളും കൂടുതലായിരുന്നു. അപ്പോൾ ഇത് സോൾവ് ചെയ്ത രീതി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത പ്രോബ്ലം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ചെയ്യാം. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണം. ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാം.